സ്വഹീഹ് മുസ്ലിം അൻ ആയിഷ റളിയല്ലാഹു അൻഹ അനിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ തങ്ങൾ പറഞ്ഞു, മാ മിൻ യൗമിൻ അക്സറു മിൻ അൻ യുഅ്തിഖല്ലാഹു ഫീഹി അബ്ദൻ മിനൻ നാരി മിൻ യൗമി അറഫ. അറഫയുടെ ആ ദിവസം അല്ലാഹു നരകത്തിൽ നിന്ന് ആളുകളെ മോചിപ്പിക്കുന്നത് പോലെ വേറെ ഒരു ദിവസവും അല്ലാഹുവിനില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വ ഇന്നഹു ലയദ്നു ثم يباهي بهم الملائكة. അല്ലാഹു അവന്റെ പരിശുദ്ധമായ ജലാലയത്ത് കൊണ്ട് അല്ലാഹു അടുത്തേക്ക് വരികയും മലക്കുകളിലേക്ക് നോക്കി അഭിമാനം പറയുകയും ചെയ്യും. മാ അറാദ ഹൗലാ, വെള്ളവസ്ത്രങ്ങൾ ധരിച്ച് പുരുഷന്മാരും ശരീരം മറച്ച് മുഖവും മുൻകൈയും മുഴുവനും മറച്ച് പെണ്ണുങ്ങളും അല്ലാഹുവിന്റെ അടിമകളും അടിമ സ്ത്രീകളും നിരന്നു കിടക്കുന്ന അറഫായിലേക്ക് നോക്കി അല്ലാഹു മലക്കുകളോട് അഭിമാനം പറയുമത്രേ, നിങ്ങളല്ലേ പറഞ്ഞത് ഭൂമിയിലേക്ക് എന്തിനാണ് മനുഷ്യരെ പടക്കുന്നത്? അവർ തമ്മിൽ തല്ലി മരിക്കൂലേ? അവർ രക്തം ചിന്തൂലേ? കണ്ടില്ലേ എന്റെ അടിമകൾ ദുന്യാവിന്റെ മുക്കുമൂലകളിൽ നിന്ന് എന്റെ റഹ്മത്ത് തേടി വന്നിരിക്കുകയാണ്. അവർക്ക് എന്താ വേണ്ടത്? അള്ളാഹു ചോദിക്കാൻ പുറത്തു കൊടുക്കുന്നു. വേറൊരു ഹദീസിലുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അന്ത്യനാളിൽ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത ചില ആളുകളിൽ ഒരാൾ ഇങ്ങനെയാണ്. എന്താണ് അയാളുടെ പ്രശ്നം എന്നറിയോ? ഒന്നുമല്ല, ഹജ്ജിന് പോയി അറഫയിൽ നിന്നു. അയാൾക്ക് ഇങ്ങനെ തോന്നി, പടച്ചോനെ ഞാനിപ്പോ ഒന്നും ചെയ്തിട്ടില്ലല്ലോ, എനിക്കിപ്പോ അള്ളാഹു പുറത്തു തരുമോ? എന്റെ ദോഷങ്ങളൊന്നും അള്ളാഹു പുറത്തു തന്നിട്ടുണ്ടാവില്ല എന്ന് അറഫയിൽ നിന്നുകൊണ്ട് സംശയം പ്രകടിപ്പിച്ച ഒരു മനുഷ്യന് അള്ളാഹുവിന് ഇഷ്ടമല്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ അതിനർത്ഥം? അറഫയിൽ നിന്നാൽ അള്ളാഹു താല പുറത്തു കൊടുക്കുന്നവിടെ ഉറപ്പിക്കണം, സംശയിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് തങ്ങൾ അങ്ങനെ പഠിപ്പിക്കാൻ കാരണം. ആ ഹാജിമാരൊക്കെ ദുനിയാവിലെ മുഅ്മിനീങ്ങൾക്ക് വേണ്ടിയൊക്കെ ദ്വാരക്കുമ്പോ, മുസ്ലിമീങ്ങൾക്ക് വേണ്ടി ദ്വാരക്കുമ്പോ അതിലൊക്കെ നമ്മളെ അള്ളാഹു പൊരുത്തി തരുമാറാകട്ടെ. അങ്ങനെയൊക്കെയുള്ള ദുആ കൊണ്ടായിരിക്കാം നമ്മളൊക്കെ രക്ഷപ്പെട്ടു പോകുന്നത്. അല്ലെങ്കിൽ ദീനിന്റെ ഇൽമിന്റെ മജ്ലിസിലേക്കെങ്കിലും എത്താനൊരു തൗഫീഖ് കിട്ടിയത് ആരൊക്കെയോ ആളുകളുടെ ദുആഇന്റെ ഫലമായിരിക്കും എന്ന് നമ്മൾ കാണണം. അല്ലാഹു തആല മലക്കുകളോട് അഭിമാനം പറയുന്നു. ഈ നോമ്പ് അറഫയുടെ ദിവസത്ത്, അറഫ ദിനത്തിൽ, അന്നത്തെ പകലിൽ ലോകത്തുള്ള മുഴുവൻ ആളുകൾക്കും നോമ്പ് സുന്നത്താണ്. എല്ലാ മുസ്ലിമീങ്ങളും സുന്നത്തായിട്ട് നോമ്പ് അനുഷ്ഠിക്കണം. സുന്നത്ത് മുഅക്കദായ സുന്നത്താണെന്നാണ്. ഒരു കൊല്ലത്തെ വരാൻ പോകുന്ന ഒരു വർഷത്തെയും കഴിഞ്ഞുപോയ ഒരു വർഷത്തെയും പാപങ്ങൾ പൊറുപ്പിക്കുന്ന നോമ്പാണതെന്ന് മഹാനായ ഖതാദ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ് സ്വഹീഹുൽ മുസ്ലിം ഉദ്ധരിച്ച ആ ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് മഹാന്മാരായ പണ്ഡിതന്മാർ ഇത് മുഅക്കദാണ് എന്ന് പറഞ്ഞ് മഹാനായ ഇമാം നവവി റളിയല്ലാഹു അൻഹു മജ്മൂഇൽ ഈ സംഭവം ഉദ്ധരിച്ചിട്ടുണ്ട്. അമ്മാ ഹുക്മുൽ മസ്അല ഫഖാല അശ്ശാഫിഈ വൽ അസ്ഹാബ് യുസ്തഹബ്ബു സൗമു യൗമി അറഫ ലിഗൈരി മൻ ഹുവ ബിഅറഫ. അറഫയിൽ നിൽക്കാത്ത മുഴുവൻ ആളുകൾക്കും, പറഞ്ഞാൽ ഹജ്ജ് ചെയ്തുകൊണ്ടിരിക്കാത്ത മുഴുവൻ ആളുകൾക്കും ഇത് മുഅക്കദായ സുന്നത്താണ്. ഇത് ശാഫിഈ മദ്ഹബിന്റെ അഭിപ്രായവും അങ്ങനെയാണ്. പിന്നെ നോമ്പില്ല എന്നാരെങ്കിലും പറഞ്ഞാൽ അത് ഭയങ്കര ഗൗരവമാണ്. കാരണം സ്വഹീഹായ ഒരുപാട് ഹദീസുകളിൽ വന്ന ഒരു സംഭവമാണിത്. അപ്പോ ഒരുപാട് ഹദീസുകൾ, ഒരുപാട് കിതാബുകൾ ഉദ്ധരിച്ചുകൊണ്ട് മഹാന്മാരായ പണ്ഡിതന്മാർ അതിനെ സംബന്ധിച്ച് വിശദീകരിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ജീവിച്ചിരിപ്പുള്ള ഈ പിൻഗാമികളിൽപ്പെട്ട ഇബ്നു ഉസൈമീൻ എന്നിവർ പോലും വളരെ ഗൗരവത്തിൽ ഇത് മുസ്ലിമീങ്ങൾ അനുഷ്ഠിക്കേണ്ട നോമ്പാണ് എന്ന് വളരെ പ്രത്യേകിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് ഹദീസുകൾ അതിനെ സംബന്ധിച്ച് വന്നിട്ടുമുണ്ട്. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ.